Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ തിങ്കളാഴ്ച ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് സാറാമ്മ മത്തായി, കൂട്ടത്തിൽ കൊടകിൽ നിന്ന് ജെയിംസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി, അതുപോലെ തന്നെ ആഞ്ചല എന്നിവർ ചേർന്നിട്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സാറാമ്മ മത്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മകൻ തോമസ് അനുഗ്രഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ ആണല്ലോ കർത്താവെ ഇന്ന്. അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ. തൻ്റെ ഭാര്യ അമ്പിളി വർക്കിയെ അനുഗ്രഹിക്കണമേ. മക്കൾ യാഷിന് വേണ്ടി, നെവിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കൂടെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ സകല അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയണമേ. ആത്മീകമായ വളർച്ച അങ്ങ് കൊടുക്കണമേ. ജെയിംസിനും തൻ്റെ ഭാര്യ മേരിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബ്രദർ ജെയിംസിനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ സഹോദരൻ വിൽഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവർ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ജെയിംസും ലോറൻസും വിൽഫിയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. തങ്ങളുടെ അമ്മ കാർമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ കർത്താവെ രക്തസമ്മർദ്ദത്തിൽ നിന്നും തന്നെ പൂർണ്ണമായി വിടുതൽ കൊടുക്കണമേ. ഡയബറ്റീസിൽ നിന്നും പൂർണ്ണമായി സൗഖ്യം കൊടുക്കണമേ. ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ സൗഖ്യമാക്കണമേ. അവരുടെ സഹോദരി ആഞ്ചലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കട്ടെ, അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് കുടുംബങ്ങളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു ലോകരക്ഷിതാവ്. ഒരു വർഗത്തിൻ്റെയോ ഒരു കുലത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ദൈവം അല്ല, രക്ഷിതാവ് അല്ല യേശു. ഈ ഭൂമിയിൽ പിറന്ന് ജീവിക്കുന്ന എല്ലാവരുടെയും രക്ഷകനാണ് നമ്മുടെ യേശു. അവൻ ജാതി നോക്കുന്നില്ല, ലിംഗവ്യത്യാസം നോക്കുന്നില്ല, വർണ്ണവ്യത്യാസം നോക്കുന്നില്ല. ആര് വിശ്വസിച്ച് അവൻ്റെ അടുക്കൽ വന്നാലും അവൻ കൈക്കൊള്ളും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ മറ്റു ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ശമര്യക്കാരിയായിരുന്ന ഒരു സ്ത്രീയെ യേശു കൈക്കൊണ്ട് തൻ്റെ ഐഡൻറ്റിറ്റി അവളുടെ മുൻപാകെ തുറന്നു കാട്ടിയത്. താൻ മശിഹ എന്ന് അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീക്ക് യേശു വെളിപ്പെടുത്തി. ബൈബിൾ മുഴുവൻ പഠിക്കുമ്പോൾ 1-on-1 ആയി, അല്ലെങ്കിൽ 2 പേർ മാത്രമായി യേശു ഒരാളോട് ഒറ്റയ്ക്ക് സംസാരിച്ചതിൽ ഏറ്റവും ദീർഘമായ സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ശമര്യക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണമാണ്. അവളൊരു അന്യജാതിക്കാരി സ്ത്രീ ആയിരുന്നു. പുറജാതിക്കാരി എന്ന് യഹൂദന്മാർ തള്ളിക്കളഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷേ യേശു അവളെ കൈക്കൊണ്ടു. സുറഫൊയ്നിക്യ എന്ന് പറയുന്ന ഇതിൽപ്പെട്ട ഒരു സ്ത്രീ, കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു. പുറജാതിക്കാരിയായിരുന്നു. യേശു അവിടെ സൗഖ്യം കൊടുത്തു, തള്ളിക്കളഞ്ഞില്ല. എത്ര പേർക്ക് ഞാനിത് പറഞ്ഞു കേട്ടിട്ട് മനസ്സിലാകുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറയാമോ? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പാപികളായവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു ആരെയും തള്ളിക്കളഞ്ഞില്ല. എത്ര പാപം ചെയ്താലും യേശു തള്ളിക്കളയുകയില്ല. ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ചിലർക്കത് വിശ്വസിക്കാൻ സ്ട്രഗിൾ കാണും. എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും യേശു നിന്നെ തള്ളിക്കളയുകയില്ല. എല്ലായിടത്തും എത്തിയിട്ടില്ല. ഒന്നുകൂടി പറയാം.
എത്ര വലിയ പാപം, ഘോരപാപം ചെയ്തിട്ടുണ്ടെങ്കിലും യേശു നിന്നെ തള്ളിക്കളയുകയില്ല. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട്? യേശു വിശുദ്ധനല്ലേ, പാപത്തെ വെറുക്കുന്നവനല്ലേ? അതിൻ്റെ ഉത്തരം യേശു തന്നെ പറയുന്നുണ്ട്. നീതിമാന്മാരെ അല്ല, വിശുദ്ധന്മാരെ അല്ല, ഒരു പാപം ചെയ്തിട്ടില്ലെന്ന് പറയുന്നവരെ അല്ല, പാപികളെ തേടിയത്രേ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ചുരുക്കി പറഞ്ഞാൽ യേശു ഈ ഭൂമിയിൽ വന്ന് നോക്കിക്കൊണ്ട് നടന്നത് ആരെ നോക്കിയാൽ? ഏറ്റവും പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ, അവനുമായി ഞാൻ കൂട്ടുകൂടാം എന്ന് പറഞ്ഞുകൊണ്ടല്ല, ആ ഒരു ലെൻസുമായിട്ടല്ല യേശു ഭൂമിയിൽ ജീവിച്ചത്. പകരം ഏറ്റവും ഘോര പാപികൾ, രക്ഷകനെ ആവശ്യമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും കോണിൽ, വീട്ടിൽ, ഗ്രാമത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ അവനെ രക്ഷിച്ച് അവന് നിത്യജീവൻ നൽകാനാണ് യേശു വന്നത്. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, തൻ്റെ ദൗത്യം ഇങ്ങനെ പ്രഖ്യാപിച്ചു. നഷ്ടപ്പെട്ടതിനെ, കാണാതെ പോയതിനെ തെരഞ്ഞുപിടിച്ച് അവർക്ക് ജീവൻ നൽകി രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വന്നത്. ഇവിടെയുള്ള ആരെങ്കിലും ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെട്ടു? യേശുവിൻ്റെ മുൻപിലെ VIP നിങ്ങളാണ്. യേശു നിന്നെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു. ആരെങ്കിലും ഇവിടെ ഇരുന്ന് പറയാം, ഞാൻ ഒരു പാപവും ഇന്ന് വരെ ചെയ്തിട്ടില്ല, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ വളരെ നന്മ മാത്രമേ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളൂ, നീ തള്ളപ്പെടും. കാരണം ബൈബിൾ പറയുന്നു, ഭൂമിയിൽ പാപം ചെയ്യാത്ത ആരുമില്ല. റോമലേഖനത്തിൽ 3:23 നമ്മൾ വായിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കി. പ്രസംഗിക്കുന്ന ഈ വ്യക്തി ഉൾപ്പെടെ ദൈവത്തിനെതിരെ പാപം ചെയ്ത വ്യക്തിയാണ്. ഇല്ലാത്ത ആരും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. തന്നെത്താൻ താഴ്ത്തി പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരെ വിശുദ്ധീകരിച്ച് സ്വർഗീയ യാത്രയിൽ കൂടെ ചേർക്കുവാനാണ് യേശു എന്ന രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്നത്. കൈകൾ അടിച്ച് ആ യേശുവിന് നന്ദി പറയാം. വന്നതിന്, നമ്മെ രക്ഷിക്കുവാൻ വന്നതിന് നന്ദി പറയാം. ഞാൻ ഈ വചനങ്ങൾ പറയുന്നതിനിടയിൽ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏതൊരു കുട്ടിയുടെ കാലിന് ഒരു നീളക്കുറവുള്ളൊരു കാല് ഇവിടെ സൗഖ്യമാകുന്നുണ്ട്. വിശ്വസിച്ചാൽ അത് സംഭവിക്കും. അസ്ഥികളിലൊക്കെ ചില ഗ്രോത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, വിശ്വസിക്കുക. അതുപോലെ മുഴ ഉണ്ടായിരുന്ന ഭാഗത്ത് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മിറക്കിൾസ് ആർ ഹാപ്പനിങ് എവ്രിവെയർ. ഇത് കാണിക്കുന്നത്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ പല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. പലരെയും ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കാണുന്ന ഒരാളുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം നടക്കുമ്പോൾ ടെലികാസ്റ്റിലൂടെ, സ്ക്രീനിലൂടെ ഞങ്ങളിത് പറയുന്നെങ്കിലും ഞങ്ങളെല്ലാവരെയും കാണുന്നില്ല. സ്റ്റുഡിയോയ്ക്കകത്ത് റെക്കോർഡിംഗ് നടക്കുമ്പോൾ ക്യാമറ മാത്രം മുന്നിൽ നിന്ന് കണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ലഭിക്കുന്ന വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് വെളിപ്പെടുത്തി തരുന്നവനും ആ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കൽ ചെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അനുഗ്രഹങ്ങൾ നൽകുന്നവനും അദൃശ്യനായി നമ്മോടൊപ്പമുള്ള സ്വർഗത്തിലെ പിതാവാണ്. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ യേശുവിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് ചില പതിറ്റാണ്ടുകളായി. ഓരോ വർഷം കഴിയുന്തോറും യേശുവിൻ്റെ അത്ഭുതങ്ങൾ ശുശ്രൂഷയിൽ കൂടുന്നതല്ലാതെ ഇന്ന് വരെ കുറഞ്ഞു കണ്ടിട്ടില്ല. എല്ലാവരും കേട്ടില്ല എന്ന് തോന്നുന്നു. അത്ഭുതങ്ങൾ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് നിനക്ക് വേണ്ടി ചെയ്ത് തരാതിരിക്കാൻ യേശു പിശുക്കനാണോ? വിശ്വസിക്കുക. എബ്രായ ലേഖനം 11:6 പറയുന്നത്, വിശ്വാസം കൂടാതെ ആർക്കും ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു പൊട്ടിയെ പോലെ, ഒരു പൊട്ടനെ പോലെ അന്ധമായി അങ്ങ് വിശ്വസിക്കുക. കർത്താവ് ഇത് ചെയ്യും, കർത്താവ് ചെയ്തിരിക്കും. കാരണം ആ വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഇറ്റ് ക്യാൻ പ്ലീസ് ദ ലോർഡ് ആൻഡ് ഹി വിൽ മൂവ്. എന്നിട്ട് കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. എത്ര പേർ രണ്ട് കൈകളും ഉയർത്തി യേശുവിനോട് പറയും, കർത്താവ് ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങൻ്റെ കാര്യങ്ങൾ നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞേ, കർത്താവിനോടൊന്ന് പറയാൻ തുടങ്ങാമോ? ഉച്ചത്തിൽ പറഞ്ഞാലും, കർത്താവേ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം ക്ഷമിക്കണമേ,
ഹല്ലേലൂയ. ചില വചനങ്ങൾ കൂടെ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 67 മുതലുള്ള വചനങ്ങൾ മൈക്കിലൂടെ വായിച്ചു കേൾക്കും. കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്ന് നോക്കാം. സെർമൺ നോട്ട് കീപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ കുറിച്ച് വെക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 67 മുതലുള്ള വചനങ്ങൾ. സെഖരിയാവിൻ്റെ ഗാനം. അവൻ്റെ അപ്പനായ സെഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഇപ്രകാരം പ്രവചിച്ചു. അല്പം ചരിത്രം ഒന്ന് പറഞ്ഞോട്ടെ. സെഖരിയാവ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. എല്ലാവരും പറഞ്ഞ പുരോഹിതൻ എന്ന് വെച്ചാൽ ദൈവത്തോട് വളരെ അടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന പഴയ നിയമത്തിലെ ഒരു പുരോഹിതനായിരുന്നു. ലേവ്യ ഇതിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു സെഖരിയാവ്. തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മക്കൾ ഉണ്ടായിരുന്നില്ല. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അവർക്കറിയാം ഇതിൻ്റെ വിഷമം എന്താണ്. ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ ശൂന്യത അനേകർ ചോദിച്ച് കാണും. ഞാൻ സങ്കല്പിക്കുകയാണ്, എടോ താൻ അൾത്താരയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇത്രയും അടുത്ത പാർട്ടിയായി നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ദൈവം ഇടയാക്കി. ഈ ദൈവം എന്ത് ദൈവമാണ് ചോദിച്ച് കാണില്ല ന്യായമായും. കാരണം ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ പ്രായമായി മക്കളില്ല. ഇതേ ചോദ്യം നിങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ടാവും. ചില മേഖലകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നു, പാടുന്നു, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആത്മീയത കാണിക്കുന്നു. ഭർത്താവ് ചോദിക്കാം, നീയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എവിടെയിടി? നിന്റെ ദൈവം എവിടെ? ഉത്തരം എവിടെ? പ്രശ്നം. ശ്രദ്ധിച്ചു കേൾക്ക്. പലരും ഉള്ളിൽ ചിന്തിക്കുന്ന നേരിടുന്ന കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രാർത്ഥിക്കും തോറും പ്രശ്നം കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടോ? ഈ ചോദ്യം നിങ്ങൾ അഭിമുഖീകരിച്ച് കാണും. അതേ ചോദ്യം സെഖരിയാവ് എന്ന് പറയുന്ന ഈ വ്യക്തിയും അഭിമുഖീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, തപാൽ ഉരുപ്പടികൾ പോസ്റ്റ് ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത് പോലെ സ്വർഗത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുമൊന്നുമല്ല. കർത്താവ് എല്ലാവരുടെയും വേദനകളും കണ്ണീർ ചാലുകളും കാണുന്നവനാണ്. വൈകിയാണ് പ്രാർത്ഥനയുടെ ഉത്തരം വരുന്നതെങ്കിൽ ഉറപ്പ് പറയാം, മറ്റുള്ളവർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹമല്ല ദൈവം നിനക്ക് തരാൻ പോകുന്നത്. മറിച്ച് 1000 മടങ്ങ് മാറ്റുകൂടിയ, ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരത്ഭുതത്തിൻ്റെ അനുഗ്രഹമായിരിക്കും കർത്താവ് നിനക്ക് നൽകാൻ പോകുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഞാൻ പറയുന്ന വാക്കുകൾ എഴുതി വെച്ചു. ദൈവം നിനക്ക് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ലാത്ത വളരെ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് തന്നിരിക്കും. നീ ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ ഉറപ്പ്. ഹല്ലേലൂയ പറയാമോ? 2 കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? സെഖരിയാവ് ഒത്തിരി പ്രാർത്ഥിച്ചു, ശുശ്രൂഷിച്ചു, പ്രായമായി. പക്ഷേ ഒരു ദിവസം, എല്ലാവരും പറഞ്ഞ ഒരു ദിവസം, ഉറക്കെ, കുറച്ചുകൂടി ഉറക്കെ. ഞാനത് പറയിപ്പിച്ചത് എന്തെന്നറിയാമോ? നിൻ്റെ ജീവിതത്തിലും ഒരു ദിവസം വരും. വൺ ഡേ, ഒരു ദിവസം താൻ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ മാലാഖ പ്രത്യക്ഷനായി. ചില കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. നിനക്ക് ദൈവം വളരെ വൈശിഷ്ട്യമുള്ള ഒരു പൈതലിനെ തരാൻ പോകുന്നു. തനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് ഒരു ശിക്ഷ കൂടെ കൊടുത്തു. ആ കുഞ്ഞ് ജനിച്ച് പേരിടുന്നത് വരെ യോഹന്നാൻ അല്ലെങ്കിൽ ജോൺ, ഇവാൻ, യോഹാൻ, ഇതൊക്കെ പല ഭാഷകൾ സെയിം പേരാണ്, എന്നുള്ള പേര് വിളിക്കുന്നത് വരെ ദൂതൻ പറഞ്ഞു, നിൻ്റെ വായ്ക്ക് ഞാൻ സിപ്പിടുകയാണ്, നിനക്ക് മിണ്ടാൻ സാധ്യമല്ല, ഊമയായി തീരും. അന്ന് മുതൽ എഴുത്താണ് പരിപാടി. ഒരു സ്ലേറ്റ് പോലൊരു പലക കൊണ്ടുവരും, പുരോഹിതൻ എഴുതി കാണിക്കും.
വായടച്ചു. ഒരു കാര്യം ഇതിൽ നിന്നും ഒരു പ്രിൻസിപ്പിൾ, ഒരു സന്ദേശം ഇവിടെ ഉണ്ട്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത് ദൈവത്തിന് വേദനയാണ്. അങ്ങനെയുള്ളവർ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ, ഊമയായി തീർന്നിരുന്നെങ്കിൽ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പല വീടുകളിലുമുണ്ട്, പ്രാർത്ഥിക്കുന്ന ആൾ പറയും, ഇല്ല കർത്താവ് ചെയ്യും. ചെയ്യും. ദൈവം ഇപ്പം നൂൽ കെട്ടി ഇറക്കിത്തരും, നീ അങ്ങ് പിടിച്ചുകൊണ്ടിരുന്നോ എന്നൊക്കെ പലരും പറയും. ദൈവം വിചാരിക്കുന്ന നീയൊക്കെ ഒന്ന് സംസാരിക്കാതിരുന്നെങ്കിൽ എൻ്റെ കരം വീട്ടിൽ എമ്പണ്ടേ പ്രവർത്തിച്ചേനെ. അവിശ്വാസമാണ് പലപ്പോഴും കുടുംബത്തിൽ ദൈവപ്രവൃത്തിയെ തടുക്കുന്നത്. ഹലോ, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. അവിശ്വാസമാണ് പലപ്പോഴും ദൈവകരം പ്രവർത്തിക്കാതെ തടുത്ത് നീട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സെഖര്യാവിനോട് പറഞ്ഞു, ചുപ് രഹോ, നീ മിണ്ടരുത്. യോഹന്ന, ഞാൻ പറഞ്ഞ പൈതൽ വാഗ്ദാനം വെളിയിൽ വരുന്നത് വരെ മിണ്ടരുത്. വായടച്ചു. പക്ഷെ ദൈവം വാക്ക് മാറാത്തവനാണ്. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അത് തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അത് തുറന്നൊന്നായി പാടി വാഴ്ത്താം. Hallelujah, 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 hallelujah. യേശുവിന്റെ രക്തമെന്നിൽ പാപം മോചിച്ചല്ലോ, യേശുവിന്റെ രക്തമെന്നിൽ ശാപം നീക്കിയല്ലോ, യേശുവിന്റെ രക്തമെന്നിൽ പാപം മോചിച്ചല്ലോ, യേശുവിന്റെ രക്തമെന്നിൽ ശാപം നീക്കിയല്ലോ. അവൻ കരതലത്തിൽ എന്നെ വഹിച്ചതിനാൽ, അവൻ കരതലത്തിൽ എന്നെ വഹിച്ചതിനാൽ എനിക്കാകുലം ലേശമില്ല. അവൻ കരതലത്തിൽ എന്നെ വഹിച്ചതിനാൽ, അവൻ കരതലത്തിൽ എന്നെ വഹിച്ചതിനാൽ എനിക്കാകുലം ലേശമില്ല. Hallelujah, 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 hallelujah. ആൻറ്റിയുടെ പേര് ഏലിക്കുട്ടി എന്നാണ്. തനിക്ക് ഏകദേശം 65ഓളം വയസ്സുണ്ട്. ഈ ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഏകദേശം 1 വർഷം മുമ്പ് തൻ്റെ വയറിനകത്ത് വല്ലാതെ വേദനയും പ്രശ്നങ്ങളെല്ലാമായി ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ആൻറ്റി ചെയ്തത് നേരെ കോലഞ്ചേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറുടെ പോയി ചെക്കപ്പ് നടത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അൾസറിൻ്റെ പ്രശ്നമുണ്ട്, അണുബാധയുണ്ട്. ഇങ്ങനെയും കൂടി ഡോക്ടർ പറഞ്ഞു, ഇത് ക്യാൻസറിൻ്റെ ഒരു സാധ്യതയുണ്ടെന്നും കൂടി ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എൻഡോസ്കോപ്പി ചെയ്യണമെന്നെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ നേരെ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ലേക്ക് ഷോറിലെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് അവിടെ ചെന്ന് തുടർന്നുള്ള പരിശോധനയ്ക്ക് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതിന് പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ദിവസം രാവിലെ ഈ ആൻറ്റി 2013 നടക്കുന്ന സംഭവമാണത്. ആദ്യ മാസത്തിൽ തന്നെ ആൻറ്റി ഇങ്ങനെ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡാമിയൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, അൾസറിൻ്റെ അസുഖമുള്ള, വയറിനകത്ത് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുള്ള, അതുപോലെ പ്രശ്നങ്ങളുള്ള വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്.
പക്ഷേ കോലഞ്ചേരിയിലെ ഹോസ്പിറ്റൽ ചെക്കപ്പ് ചെയ്തപ്പോൾ ഇന്ന പോലെ പ്രശ്നമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഫർദർ ചെക്കപ്പിനാണ് ഇങ്ങോട്ട് അയക്കുന്നത്. അങ്ങനെ ആൻറ്റി ഈ പ്രാർത്ഥന ഡാമിയൻ ബ്രദർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ വിശ്വസിച്ചു. നേരെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി. ഇതിനിടയിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരുന്നു, അത് ആൻറ്റി പറഞ്ഞില്ല. പക്ഷേ അവിടെ ചെന്ന് ആ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ, കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് വയറിനകത്ത് അണുബാധയുണ്ട്, അൾസറിൻ്റെ പ്രശ്നമുണ്ട് എന്നെല്ലാം പറഞ്ഞ സ്ഥാനത്ത് നേരെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ റിസൾട്ട് വന്നപ്പോൾ വയറിനകത്ത് അൾസറിൻ്റെ പ്രശ്നമില്ല, അവിടെ അണുബാധയില്ല, ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ റിപ്പോർട്ട് പറഞ്ഞു. ഇവിടെ പറഞ്ഞു അൾസർ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു ഇവിടെ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ക്യാൻസറിൻ്റെ അസുഖം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ നിശ്ചയിച്ചാണ് ഞാൻ ലക്ഷോറിൽ പോയത്. അവിടെ ചെന്ന് അവർ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു അൾസറുള്ള ഭാഗത്ത് അതിൻ്റെ ഒരു പാട് പോലും കാണുന്നില്ല, അങ്ങനെ ഒരു പാട് പോലും അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ആ 10 ദിവസത്തേക്കുള്ള ഗുളിക മാത്രം കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. ഇപ്പോൾ ഒരു വർഷത്തോളം 2013 ഇത് 2014 ഏകദേശം 11 മാസത്തോളം തനിക്കൊരു കുഴപ്പവുമില്ല, താൻ മരുന്ന് കഴിക്കുന്നില്ല. കർത്താവ് യേശു പൂർണ്ണമായും തന്നെ സൗഖ്യമാക്കി. യേശു കർത്താവ് കൊടുത്ത ആ വലിയ വിടുതൽ. കാരണം ഒരു വർഷമായിട്ട് ഒരു വേദനയില്ലാതെയാണ് ഈ അമ്മ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. കർത്താവേ, ഈ സാക്ഷ്യം അനേകർക്ക് ഒരു സാക്ഷ്യത്തിനുള്ള വഴിയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് കേൾക്കുന്നവർ, ഇത് കാണുന്നവർക്ക് വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെയുള്ള അനുഗ്രഹങ്ങൾ കൂടെ ഈ മാതാവിൻ്റെ മേൽ വന്ന് ചേരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനി നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കാലിലുള്ള മന്തുപോലെ നീര് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. തലയിൽ നിന്ന് എന്തോ അലർജി ഉണ്ടായിട്ട് തലയിൽ നിന്ന് ചെതുമ്പൽ പോലെ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകുകയാണ്. നിങ്ങൾക്ക് വെളിയിലിറങ്ങാൻ പോലും ലജ്ജയാണ്. തലമുടി ചീകുമ്പോൾ നിങ്ങളുടെ മുടിയുടെ മുകളിലെല്ലാം ഇങ്ങനെ പൊറ്റ പൊളിഞ്ഞു നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യം ആകട്ടെ. താങ്ക് യു ലോർഡ്. ചെവിക്ക് കേൾവിക്കുറവുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ചെവിക്കകത്തുള്ള ഇയർ ഡ്രമ്മിൻ്റെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. വിടുതലുകൾ സംഭവിക്കട്ടെ. വലിയ മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കൃഷിക്ക് വലിയ നാശം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവരെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നഷ്ടങ്ങൾ എല്ലാം തന്നെ അതൊരു ലാഭമായി അവർക്ക് വന്ന് ഭവിക്കട്ടെ. ഒരു ദൈവത്തിൻ്റെ അത്ഭുതം അവരവിടെ ദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. എല്ലാവിധമായ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങൾ ഈ സമയം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അസ്ഥി സംബന്ധമായ ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നതായി കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അസ്ഥി സംബന്ധമായ ചില രോഗങ്ങൾ ഇപ്പോഴിതാ സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്. അസ്ഥി സംബന്ധമായ സ്ത്രീകൾക്കുള്ള ചില രോഗങ്ങൾ, പ്രത്യേകമായ ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അസ്ഥിയുരുക്കം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരിക്കുന്ന സ്ഥലത്ത് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ, ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ജോലിയിലായിരിക്കാം, പക്ഷെ വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങിയാലും എല്ലാം നാവും ഇപ്പോൾ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. വിടുതലുകൾ കൊടുത്തു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച കൊട്ടാരക്കരയിലാണ് നടക്കുന്നത്. ശനിയാഴ്ച കോട്ടയത്താണ് നടക്കുന്നത്. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരാനായിട്ട് ആരും മറക്കരുത്. ദൈവം നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫെസ്റ്റിവലിൽ വന്ന് നിങ്ങൾക്ക് സംഭവിച്ച അത്ഭുതം എന്താണെന്ന്
പറയാനുള്ള ചങ്കൂറ്റത്തോടെ വരിക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നിങ്ങളൊരു പക്ഷേ ഇന്ന് കണ്ടുകൊണ്ടിരുന്ന ആ ഗാനം ഇതുപോലെ മനോഹരമായി കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലുള്ള കൊയർ ആലപിച്ചിട്ടുള്ള മനോഹരമായ ഗാനങ്ങളുടെ ഒരു സമാഹാരം ഇതിനോടകം തന്നെ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. സെലിബ്രേറ്റ് ജീസസ് എന്ന പേരിലുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ ഗാനോപഹാരം നിങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ട് സാധിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഇത് ആവശ്യപ്പെടാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം ചോദിച്ചതാര്? ഹു ആസ്ക്ഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ബൈബിൾ? ഓപ്ഷൻസ്: എ ആദാം, ബി പാമ്പ്, സി സ്ത്രീ, ഡി ദൈവം. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.